പാർട്ടി മാത്രല്ല, ഇത് കല്യാണങ്ങള്, മറ്റേ ഏത് നമ്മൾ വിചാരിക്കാത്ത ട്രിപ്പുകള്, ബൈക്ക് ട്രാവൽസ്, കൊമ്പൻ ബസ്സിന്റെ മെയിൻ അവരുടെ ആന്തമാരിയൊക്കെ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വൈഫ് ഇവളൊന്ന് കൂടെ ഇരുന്നു. കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിനിമ ട്രൈ ചെയ്ത് നോക്ക് എന്ന് കാഷ്വലി പറഞ്ഞതാ. അല്ലല്ല, അതല്ല അതിലൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്ന സംഭവമുണ്ട്. ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ എക്സ്പെക്ടഡ്. കോമഡിയാ. ഇവളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് സിനിമ ഫീൽഡ് വെച്ച് ബാക്കി ഏത് ഫീൽഡിലും കുഴപ്പമില്ല, ഞാൻ തന്നെ എത്തിയിട്ടുണ്ട്. സായന വാർത്തകളിലാണ് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യണമെങ്കിലും പിന്നീട് ഞങ്ങൾ ഔട്ട് ഓഫ് ഫിലിമിന്റെ പുറത്ത് വർക്കിന് പുറത്തായിട്ട് ഞങ്ങൾ ഫാമിലീസായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആയി. CP Stokesലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വരദാനം എന്നൊക്കെ പറയാല്ലേ. അപ്പം അത് ഒരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കപ്പിൾ ആയിട്ട് വന്ന ഇൻഡസ്ട്രിയിൽ ഇനി അങ്ങോട്ട് ഇവരുടെ പേരിൽ അറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 2 പേരാണ്. ശങ്കർ പ്രഭു, വെൽക്കം ടു ദി ഷോ. സാന്ദ്ര ചേച്ചിനൊക്കെ വിളിക്കാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സാന്ദ്ര തന്നെ വിളിക്കാൻ തോന്നുന്നു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ജയ് ഗണേഷാണ് പുതിയ സിനിമ എന്ന് എനിക്കറിയാം. അതിനു മുന്നേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പല സിനിമ, ഇപ്പൊ 4 ഇയേഴ്സ് ആണെങ്കിലും ഡാർവിന്റെ പരിണാമങ്ങളാണെങ്കിലും എഴുത്തില് അത് ഹെൽപ്പൊക്കെ വന്നിട്ടുമുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ എങ്ങനെയാണ് വർക്ക് ആകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ മ്യൂസിക് റൈറ്റിംഗ് അറിയത്തില്ല, മീൻസ് എഴുതിയിട്ടില്ലാത്ത ഒരാളാണ്. സോ എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് വീട്ടിലിരുന്നിട്ട് ഹോം സ്റ്റുഡിയോ ഒരു സെറ്റപ്പ് ഇട്ടിട്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മള് ഡയറക്ടറിനെ കേൾപ്പിക്കുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യാൻ, സ്റ്റോറിക്കും എല്ലാത്തിനും കൺവിൻസ് ആവുന്ന രീതിയിൽ ഒരു ഡമ്മി ലിറിക്സ് എഴുതണം. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഞാൻ പലരെയും വിളിച്ചാണ് എഴുതിക്കാറ്. അപ്പൊ ഇത് ഈ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വൈഫ് ഇവളൊന്ന് കൂടെ ഇരുന്നു. കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിനിമ ട്രൈ ചെയ്ത് നോക്ക് എന്ന് കാഷ്വലി പറഞ്ഞതാ. അത് കഥ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അവസാനം ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. അവരത് കേട്ട് യൂസ്ഡ് ആവും. ഷൂട്ടിന്റെ സമയത്തും എല്ലാത്തിനും യൂസ്ഡ് ആയി. അങ്ങനെ അത് ഒന്ന് സംഭവിച്ചു. അതെ, ഒരു സോങ്ങിന് സംഭവിച്ചു. പിന്നീട് സെക്കൻഡ് സോങ് സണ്ണീലാട്ടോ ആദ്യമായിട്ട് എഴുതി. സെക്കൻഡ് സോങ് ഭയങ്കര എമർജൻസി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണ സമയത്ത് അതൊരു സോങ് സിനിമയിൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇനി ദൂരം എന്ന് പറഞ്ഞ ട്രാക്ക്. അത് റിലീസ് നമ്മൾ ആമസോൺ പ്രൈമിന് OTT കൊടുക്കുന്നതിന് ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പാന്ന് തോന്നുന്നു. ഇത് പെട്ടെന്ന് ക്ലൈമാക്സ് അത്രത്തോളം സ്കോർ വർക്ക് ആവാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു ലിറിക്സ് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ഫില്ല് ചെയ്ത് വിടുക എന്നൊരു സംഭവം ചെയ്തതാണ്. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് വരാൻ കിട്ടുന്നില്ല. വേഗം നമ്മൾ ട്യൂൺ ഉണ്ടാക്കി ചെയ്തു. അങ്ങനെ പോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അതെ, എനിക്ക് തോന്നുന്നു ഇനി ദൂരം ഞാനൊക്കെ കേട്ടത് സണ്ണിയിൽ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കേൾക്കുമ്പോ മറ്റേ പാർട്ടി പ്രവർത്തകരുടെ മെയിൻ സോങ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും നമ്മൾ കേട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു സോങ്ങാണ്. മാത്രല്ല, ഇത് കല്യാണങ്ങള്, മറ്റേ ഏത് നമ്മൾ വിചാരിക്കാത്ത ട്രിപ്പുകള്, ബൈക്ക് ട്രാവൽസ്, കൊമ്പൻ ബസ്സിന്റെ മെയിൻ അവരുടെ ആന്തമാരിയൊക്കെ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മീൻസ് നമ്മള് യാദൃശികമായിട്ട് എഴുതി വർക്കായ ഒരു സാധനമാണ്. അപ്പൊ അത് എത്രമാത്രം എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റർ അല്ലെങ്കിൽ അതിനകത്തേക്ക്? ഇപ്പൊ ഫസ്റ്റ് നീ വരും ആണെങ്കിലും ഇനി ദൂരാണെങ്കിലും ആ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമായോണ്ട് തന്നെയാണ് കൂടുതലും എനിക്ക് ആ ഇൻപുട്ട് വന്നത്. കാരണം കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ട്, ആദ്യത്തെ ട്യൂണോ അല്ലെങ്കിൽ ആ കമ്പോസിഷൻ നമുക്ക് അത്രയും ഇഷ്ടമാവുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എഴുതണം എന്നുള്ളൊരു ഒരു പ്രേരണ വരും. അങ്ങനെ വന്നിട്ട് എഴുതിയത് തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ എവിടേക്ക് ചൈൽഡ്ഹുഡിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കൂടുതലും സോങ് പോലെയാണ് എല്ലാം പറയാറ് എന്നൊക്കെ അമ്മയച്ഛനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന ടൈമില്. അപ്പൊ അതായത് എല്ലാം പാട്ടില് നമുക്ക് പപ്പടാണെങ്കിൽ പപ്പടത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചെറുപ്പത്തില് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ആംഗിൾ എപ്പോഴും പറയുന്നു ഇവള് വരില്ല അമ്മ മേ ബി കവിയത്രി ആ സെറ്റപ്പൊക്കെ ആവുന്നൊക്കെ ചുമ്മാ പറയുന്നു. മേ ബി അവര് പറഞ്ഞത് അവരുടെ നാക്ക് പൂണ്ടി ആണോ എന്താന്ന് അറിയില്ല. അത് കുറച്ചുകൂടി പേഴ്സണൽ ആയിരുന്നു ആക്ച്വലി. ആ സ്റ്റോറി ഞങ്ങളുടെ ആ സമയത്തുള്ള ലൈഫിൽ ഉണ്ടായ സിറ്റുവേഷൻസും ഒത്തിരി
പേഴ്സണൽ ആയിരുന്നു. അങ്ങനെ എനിക്ക് അതും കൂടി കുറച്ചും കൂടി ഇന്നാവാൻ ഹെൽപ്പ് ചെയ്തു ശരിക്കും ആ ട്രാക്കിലേക്ക്. അല്ലല്ല അതല്ല അതിലൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്ന സംഭവമുണ്ട്. ഞങ്ങൾക്കും ആ സമയത്ത് തന്നെ എക്സ്പെക്ടഡ്. അപ്പൊ കുട്ടിക്ക് വേണ്ടി ഒരു ട്രാക്ക് എന്നൊക്കെ ആയിരുന്നു ആദ്യം കുറച്ചും കൂടി സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ആക്കി. അത് ഈ ഒരു മ്യൂസിക് ഡയറക്ടർ ഈ അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു മോഡ്. കാരണം അങ്ങനെ ഒരു പ്രപ്പോസൽ വരിക എന്നുള്ള എനിക്കറിയില്ല. അപ്പൊ അത് ആദ്യം വന്നപ്പോ ശരിക്കും മൈൻഡിൽ എന്തായിരുന്നു? കോമഡിയാ. ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് സിനിമ ഫീൽഡ് വെച്ച് ബാക്കി ഏത് ഫീൽഡിലും കുഴപ്പമില്ല ഞാൻ തന്നെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങളുടെ എങ്ങനെയാ പെണ്ണുകൾ അങ്ങനത്തെ ടൈപ്പൊന്നുമില്ല. കുറച്ച് പേര് ഞങ്ങൾ പേഴ്സണൽ മീറ്റിംഗ് ആയിരുന്നു ആദ്യം. അങ്ങനെ കണ്ട് ഫാമിലീസ് പറഞ്ഞു നിങ്ങളല്ലേ ഇതാക്കണ്ടേ, അപ്പൊ നിങ്ങൾ തന്നെ സംസാരിച്ച് എങ്ങനെയാന്ന് വെച്ചാവാൻ തന്നു. ഞങ്ങൾ പേഴ്സണലി മീറ്റ് ചെയ്തു. സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇല്ലേ അത് ശരിയാവില്ലേ, കാരണം ഇങ്ങനെയാണ് വർക്ക് ഇതാണ് ഫീൽഡ് ഇതാണ്. അപ്പൊ കൂടുതലും ഞാൻ ഭയങ്കര പ്രൈവറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് വന്നാൽ എനിക്ക് ശരിയാവില്ല, നമ്മുടെ രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തോന്നിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു ഇതാക്കി. പക്ഷെ സംസാരിച്ചു പറ്റി ഭയങ്കര മടിയായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോഴും അതെ അധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ഓക്കെയാണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താന്നുള്ള രീതിയില്. അപ്പൊ എന്റെ അച്ഛൻ പിന്നെ എന്നെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പറ്റില്ല നടക്കില്ല. പിന്നെ ഞങ്ങള് സംസാരിച്ച് ഇതുപോലെ കാണലും ഫോണിൽ കൂടെ സംസാരിച്ച് അങ്ങനെയാണ് സെറ്റായത്. ആ എക്സാക്ട് മൊമെന്റ് ഏതാ നിങ്ങളുടെ ലൈഫില്? മീൻസ് ഡിസിഷൻ വർക്കായി എന്നുള്ളതും പിന്നെ നിങ്ങളുടെ ആദ്യത്തെ പാട്ട് ഒന്നിച്ചൊരു കോമ്പോയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. മീൻസ് നിങ്ങളത് റിപ്പീറ്റഡ്ലി കേട്ട് തിരുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ തിയേറ്ററിൽ ആ പാട്ട് കേൾക്കുകയും ആളുകൾ അതിനെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവം എങ്ങനെ വർക്ക് ആയിരിക്കുന്നത്? തിയേറ്ററിൽ 4 yearsലല്ല ആദ്യം വന്നത്. മറ്റേ സണ്ണിയുടെ ട്രാക്ക് OTT അത് അന്ന് അത്ര ഇതായില്ല സത്യം പറഞ്ഞാൽ. നീ വരും സ്റ്റിൽ എനിക്കറിയില്ല എത്രത്തോളം ഇപ്പോഴും ആൾക്കാർ കേട്ട് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. ഇനി ദൂരാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത്. അത് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒന്ന് റാപ്പായി വന്ന് പിന്നെയാണ് നമുക്ക് ഒത്തിരി മെസ്സേജ് നമ്മൾ അറിയുന്നില്ല ഇത് എങ്ങനെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. നമ്മൾ ഫോഴ്സ്ഫുള്ളും ചെയ്തതല്ല. പിന്നീടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു തല അല്ലേ ആൾക്കാര് ഇങ്ങനെ ഞാൻ ഈവൻ വർക്കിന് പോകുമ്പോഴും അവിടെ എന്റെ ഫേവറേറ്റ് പാട്ടുകളാണ് പ്ലേലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവര് വെക്കും. ഇത് എഴുതിയത് ഞാനത് അവർക്കറിയില്ല. ഇനി ദൂരമൊക്കെ അവരിങ്ങനെ റിപ്പീറ്റഡ്ലി കേൾക്കുന്ന സോങ് ആണ്. അതുപോലെ സായന വാർത്തകള് സഞ്ചരിതയൊക്കെ അവരൊക്കെ ഇങ്ങനെ കേൾക്കണം. അപ്പൊ ഇത് ഞാൻ എഴുതിയതാണ് അല്ലെങ്കിൽ ഇത് ഹസ്ബൻഡാണ് കമ്പോസ് ചെയ്തതെന്നും അറിയില്ല. കമ്പോസ് ചെയ്തത് പിന്നെയാണ്. പക്ഷെ അറിയില്ല ഞാനത് എഴുതിയതെന്ന് ആർക്കും അറിയാലോ. ഈവൻ ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ പാട്ട് കേക്ക് ഇത് നല്ല രസമുണ്ട് ഇത് പുതിയത് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളത് വിറ്റ്നസ് ചെയ്യുമ്പോ നമ്മളാണ് എഴുതിയതെന്ന് അറിയില്ല. അത് ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും കിട്ടാറില്ല. കാരണം എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതാണ് ഇന്നയാളാണ് എഴുതിയത്. പക്ഷെ എല്ലാവർക്കും അറിയാത്തതുകൊണ്ട് എനിക്ക് ഞാൻ നേരിട്ട് ഇപ്പൊ മോശമാണെങ്കിലും എനിക്കത് അത്ര വർക്കായില്ല എന്ന് പറയണതായാലും ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു നമ്മൾ ശരി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒന്നും പ്രതീക്ഷിക്കണം. നമുക്ക് ആ സിറ്റുവേഷൻ വർക്ക് ആവാ മൂവിക്ക് സ്യൂട്ടായി പോവാന്നുള്ളതാണ്. ഇത് തിരിച്ച് എനിക്ക് ഒരു ഹിന്ദിയിൽ ഒരു ഫേമസ് ഡയറക്ടർ അക്ഷയ് കുമാറിന്റെ ഒരു ഫിലിം ഡയറക്ട് ചെയ്തൊരു ഡയറക്ടർ ആളെനിക്ക് ഒരു മെയിൽ അയച്ചത് ശങ്കർ ഞാനും എൻ്റെ വൈഫും കൂടി എവിടെയായിരുന്നു തായ്ലാൻഡിലോ എവിടെയോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ ഈ ട്രാക്ക് കേട്ടു. ഞാൻ ഒത്തിരി തപ്പി ഇതാരെ കമ്പോസ് ചെയ്തത്. ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ക്യാബിൽ പോയിക്കൊണ്ടിരിക്കും ഈ ട്രാക്ക് കേട്ടിട്ട് ഞാൻ ആ ക്യാബിന് ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഏറ്റവും പേഴ്സണൽ ട്രാക്ക് ഇതാണ്. അയാൾ ഡ്രൈവർ പറഞ്ഞു. അപ്പൊ ഞാനും ഈ ട്രാക്ക് കുറെ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് അയാൾ പറഞ്ഞു. പിന്നെ ഞാൻ ഒത്തിരി ട്രാക്ക് കേട്ടു. പിന്നെ ആ ആൽബം മൊത്തം കേട്ടു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് ഞാൻ ശങ്കറിന് മെയിൽ അയച്ചത്. എന്നിട്ട് ഒരു മെയിൽ വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ സമയത്ത് അയാളുടെ ഏറ്റവും ഹിറ്റ് ഒരു ഫിലിം ഇറങ്ങിയത്
അത് ശരി. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പോസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ഒരാളുടെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കുറെ പേര് ഇപ്പൊ പോലെ ഡിപ്രസ്ഡ് ആയിട്ട് അതെ അതും ഒത്തിരി വന്നിട്ടുണ്ട് ആ സമയത്ത് ഹെൽപ്പായിട്ട് വന്നിട്ട് മെയിലും അതേപോലെ ഇൻസ്റ്റയിലും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷം. അതെ സഞ്ചാര അതുപോലെ എനിക്ക് അറിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തപ്പുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ് സഞ്ചാരയുടെ പിന്നിലെ ആളുകളാണ് എന്നെ ഉപയോഗിക്കുന്നത്. ഒരുപാട് പടം എനിക്കറിയില്ല, പക്ഷെ ആ പാട്ട് ഭയങ്കരമായിട്ട് വർക്കായ ഒരു പാട്ട്. അതെങ്ങനെയായിരുന്നു? അരുൺ ചന്തു ഡയറക്ടർ, അത് സായാഹ്നവാർത്ത എന്നുള്ള മൂവിക്കാണ് അത് ചെയ്തത്. അതിന്റെ ആ വിഷൻ ശരിക്കും ഡയറക്ടറുടെയാണ്. അങ്ങനെ ഒരു റാപ്പ് സോങ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഇടയിൽ ഒരു ഹുക്ക്, ക്ലാസിക്കൽ ഹുക്ക് ക്ലാസിക്കൽ ഹുക്ക് എന്റെ ചോയ്സ് ആയിരുന്നു, പക്ഷെ ഹുക്ക് ലൈൻ ഇതാക്കുക എന്നുള്ളത് ഡയറക്ടറുടെ വിഷൻ ആയിരുന്നു. അപ്പൊ അത് നമ്മള് ആർസി എന്ന ആർട്ടിസ്റ്റാണ് റാപ്പ് ചെയ്തത്. അപ്പൊ ആർസി ഞാനും വർക്ക് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോ ഇത് എന്തോ മിസ്സിങ് തോന്നി. അങ്ങനെ ജസ്റ്റ് കാഷ്വലി ഞാൻ ഭദ്ര എന്നാണ് അത് പാടിയത്, സഞ്ജയ് പാടിയത്. ജസ്റ്റ് കാഷ്വലി നമ്മളൊരു ജാം ചെയ്തപ്പോ വന്നു. ആ സമയത്ത് ആരും സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് പോലും അറിഞ്ഞില്ല. ഒരു 6 മാസത്തിന് ശേഷം ട്രാക്ക് പിക്കപ്പായി. നമ്മള് ഒരു നല്ലൊരു ക്രിയേഷൻ ഉണ്ടാക്കിയിടുക എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ വേറെ ട്രാക്കാണ് ആക്ച്വലി വർക്ക് ചെയ്തത്, പനിമതിയെ എന്നുള്ള ട്രാക്ക്. ഇത് അനു എലിസബത്താണ് അടിപൊളി. അത് ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ കേട്ടാലൊരു മോട്ടിവേറ്റഡ് ആകുന്ന ഒരു സംഭവം. ആ സിനിമയിലും ആക്ച്വലി ഗോകുൽ സുരേഷാണ് അതില് ധ്യാനം. ഈ ഗോകുൽ സുരേഷിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സത്യം എപ്പോഴും അതെപ്പോഴും ജയിക്കും എന്നതാണ് ആ സഞ്ചാര ടോട്ടൽ അതിന്റെ ഒരു മീനിങ് വരുന്നത് അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തപ്പി അനുവിന് മുമ്പ് നമ്മൾ ഒത്തിരി ലിറിക്സിന് ട്രൈ ചെയ്തു, നമുക്കത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ അനു അതിൽ വേറെ ട്രാക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ടൂണിട്ട് കൊടുത്ത് വന്ന സാധനമാണ്. നമുക്കും ഒരു ഭയങ്കര ഹൈ കിട്ടിയായിരുന്നു ആ സമയത്ത് ഈ സാധനം ചെയ്തപ്പോ. ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഹൈ കിട്ടിയായിരുന്നു. റാസിയെ പറ്റി പറയുമ്പോൾ റാസി അടിപൊളിയായിട്ട് റാപ്പ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് മ്യൂസിക്. അപ്പം ആസി ആ ഒരു പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു കൊളാബറേഷൻ പരിപാടി. അതെങ്ങനെയാണ് പരിപാടി? കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഫസ്റ്റ് വർക്കിൽ ഈ ഇതിലാണ് സായനവാർത്തകളിലാണ് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യണമെങ്കിലും പിന്നീട് ഞങ്ങൾ ഔട്ട് ഓഫ് ഫിലിമിന്റെ പുറത്ത് വർക്കിന് പുറത്തായിട്ട് ഞങ്ങൾ ഫാമിലീസ് ആയിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആയി. അപ്പൊ ഇപ്പൊ എന്ത് കാര്യം നമുക്ക് വിളിച്ചു ചോദിക്കാനും ഇപ്പൊ വർക്ക് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കുട്ടികളെ ഇപ്പൊ ആസിക്കിന്റെ കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പൊ അല്ലാത്ത കാര്യങ്ങളും ഞങ്ങൾ എല്ലാം ഇപ്പൊ ഇവളും ആസിയുടെ വൈഫും ഒക്കെ അത്രയും ഇതായി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അവിടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ജയഗണേഷിന്റെ ട്രാക്ക് ആയിരുന്നു, നേരെ എന്നുള്ള ട്രാക്ക് ചെയ്തത് ആസിയാണ്. അപ്പൊ അതും വളരെ പെട്ടെന്ന് ശരിക്കും ആ പാട്ട് തന്നെ ആ ഒരു ട്രാക്ക് തന്നെ ഫിലിമിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ എഡിറ്റർ സംഗീതിന്റെ സജഷൻ ആയിരുന്നു നമ്മൾ സാറ് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു റാപ്പ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ, എനിക്ക് ഫസ്റ്റ് ചോയ്സ് ആർസിയിലേക്ക് തന്നെ പോയത്. കാരണം ടൈമും ഒരു ഇതുണ്ടായിരുന്നു. നമുക്കൊരു വേറെ ആർട്ടിസ്റ്റിലേക്ക് പോയി അത് ഒരു നല്ല ഔട്ട് എത്തിക്കാൻ എത്ര സമയം എടുക്കും അറിയണ്ടല്ലോ. അപ്പൊ കുറച്ചും കൂടി ഈസി ആർസിയിലേക്ക് പോയി. അങ്ങനെ കുറച്ചും കൂടി എളുപ്പമാണ് എന്തോ ആർസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വർത്താനം പറയണതിനെക്കാട്ടിലും അല്ലെങ്കിൽ കൂടുതൽ മ്യൂസിക്കലി റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ സാഡ് ആവാനോ ഒക്കെ അറിയാം. നമ്മൾ ഒരുമിച്ച് 3 പേരും കൂടി രാത്രി ഷൂട്ടിന് ഏകദേശം 2-3 ദിവസം ബാക്കിയുള്ളൂ. ഇങ്ങനെ നമുക്ക് നീ എന്തെങ്കിലും ലിറിക്സ് ചെയ്ത് നമുക്കത് ചെയ്ത് നോക്കാം എന്ന സെറ്റപ്പിൽ ലിറിക്സ് ചെയ്തിട്ട് ചെയ്ത സാധനമാണ്. മൂടുണ്ടെങ്കിൽ തന്നെ ഞാൻ പോയി ഇരിക്കാറുള്ളൂ. എല്ലാ സിനിമ അല്ലെങ്കിൽ എല്ലാം കമ്പോസ് ചെയ്യുമ്പോഴൊന്നും ഞാൻ എഴുതണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എഴുതണമെന്നൊന്നും പറഞ്ഞ് പിന്നെ ബുക്ക് എടുത്ത് പോകാറില്ല. മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അത് ശരിക്കും ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ